إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ومن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد غوى وقد ضل ضلالا مبينا اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا ബഹുമാനപ്പെട്ട വിശ്വാസികളെ അവന്റെ സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി അവർക്ക് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോടും എന്ന പോലെ നിങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വസീയത്ത് ചെയ്യുക. വിശ്വാസികളായ നമ്മൾ നമ്മുടെ ആയുഷിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗം നേടിയെടുക്കാനുള്ള മൂല്യവത്തായ കർമ്മങ്ങളാൽ നിറക്കപ്പെടേണ്ട കലവറയാണ് ആ ആയുഷ്. അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിന്റെ പേരില് അത്യാവശ്യം മുടങ്ങുമ്പോ നമ്മൾ വേദനിക്കാറില്ല, പ്രയാസപ്പെടാറുണ്ട്. എങ്കിൽ വിചാരണ നാളിൽ നന്മയുടെ ഏടുകളിൽ മതിയായ കർമ്മങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്വർഗം നേടാനുള്ള കർമ്മങ്ങളുടെ കലവറയാണ് വിശ്വാസിയുടെ ആയുഷ് എന്ന് പറയുന്നത്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് പരലോകത്തേക്ക് ബാക്കിയാവും. നന്മയാണെങ്കിൽ അത് നന്മയായി അവിടെ കാണാൻ സാധിക്കും. തിന്മയാണെങ്കിൽ തിന്മയായിക്കൊണ്ടും നാളെ പരലോകത്തിൽ കാണിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആയുഷിനെ നന്മ കൊണ്ട് ധന്യമാക്കി വിജയിച്ചു. നന്മകളെ തൊട്ട് പിന്തിരിഞ്ഞവനോ അവൻ പരാജയപ്പെടും. അതേ നന്മകൾ എല്ലാം റബ്ബിന്റെ അരികിൽ നമുക്ക് ബാക്കിയുണ്ടാവും. അതെ, നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായി എന്താണോ മുൻകൂട്ടി ചെയ്തത് അതിന്റെ ഫലം അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് അത് കാണിക്കപ്പെടുന്നതാണ്, കണക്കാക്കാൻ കഴിയുന്നതാണ് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കും. അപ്പൊ നന്മകളിലേക്ക് മുന്നേറാനും അല്ലാഹുവിനെ കൂടുതൽ നന്ദി ചെയ്യാനും പ്രതിഫലങ്ങളാൽ ധന്യമാക്കപ്പെട്ട വ്യത്യസ്ത സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളും അല്ലാഹു നമുക്ക് പ്രത്യേകമായി തന്നിട്ടുണ്ട്.
ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറാ. അതെ, അവൻ തന്നെയാണ് യാത്രകളെ മാറി മാറി വരുന്നതാക്കി മാറ്റിയവൻ. ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അവർക്കുള്ള ദൃഷ്ടാന്തമാണത്. യാത്രകളെ മാറ്റിമറിക്കുന്നതിനുള്ള വലിയ ദൃഷ്ടാന്തങ്ങളെ വിശ്വാസികൾക്ക് ഉണ്ട് എന്നത് നന്ദി കാണിക്കാനും അതോടൊപ്പം തന്നെ ആലോചിച്ച് മനസ്സിലാക്കാനുമുള്ള വല്ലാത്തൊരു അവസരം കൂടിയാണ് എന്നത് കൂടി നമ്മെ കൃത്യമായി ആയതിലൂടെ പഠിപ്പിക്കാം. പ്രിയപ്പെട്ടവര്, ശഅബാൻ മാസം നോക്കൂ നിങ്ങൾ, അതിന്റെ വിധിവിലക്കുകളും അതിന്റെ യാഥാർത്ഥ്യവും നമ്മൾ അറിയേണ്ടതുണ്ട്. ഹിജറ കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ശഅബാൻ. റജബിലും റമദാനും വരെയുള്ള ഈ മാസം പലപ്പോഴും ജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാൻ മാസത്തിലെ ആരാധന ശ്രദ്ധിച്ചുകൊണ്ട് ഉസാമ ബിൻ സൈദ് പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിൻ ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. അതേ, അല്ലാഹുവിന്റെ ദൂതനെ, ശഅബാൻ മാസത്തിൽ അങ്ങ് നോമ്പനുഷ്ഠിക്കുന്ന പോലെ മറ്റൊരു മാസത്തിലും അഥവാ റമദാൻ ഒഴികെ മറ്റൊരു മാസത്തിലും അങ്ങ് നോമ്പെടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതേ, ചോദിക്കാണ് എന്താണ് ഇതിന് കാരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാണ്, റജബിനും റമദാനും ഇടയിലുള്ള ജനങ്ങൾ അശ്രദ്ധമാക്കുന്ന ഒരു മാസമാണത്. അതേ, ലോകരക്ഷിതാവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണത്. അതെ, അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മം ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധമായ റമദാൻ തൊട്ടുമുള്ള ഈ മാസം എന്ന് പറയുന്നത് ഒരുപാട് സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട, മുൻഗാമികളെ പറ്റി പറയുന്നത് ഖുർആന്റെ മാസം, ഖുർആൻ പാരായണത്തിന്റെ മാസമായിരുന്നു എന്ന ആയത്തിനാണ് വിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം കൊണ്ട് ഒരുങ്ങാൻ വേണ്ടിയാണ് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഈ ഹദീസിൽ 3 കാര്യം മനസ്സിലാക്കണം. 1, ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയം. 2, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം. നോക്കൂ നിങ്ങളെ, ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയം എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണത് എന്ന. അതെ, വിശുദ്ധമായ റജബ് കഴിഞ്ഞു, പുണ്യമാസം റമദാൻ വരാനിരിക്കുന്നു. ഇതിനിടയിൽ വരുന്ന ശഅബാനെ ആളുകൾ ഗൗനിക്കാതെ പോകുന്നു എന്നതാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഭൂരിഭാഗം പേരും അശ്രദ്ധമായിരിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് രാത്രി ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന പോലെ അല്ലാഹുവിനെ ആരാധിക്കുന്നത് ഏറ്റവും പ്രതിഫലകരമായ കാര്യം കൂടിയാണ് ഈ മാസം എന്നത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. എല്ലാവരും ആരാധന നടത്തുന്ന റമദാനിൽ ആരാധന നടത്താൻ എളുപ്പമാണ്. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ശഅബാനിലോ ആരാധന വർദ്ധിപ്പിക്കുന്നത് ആത്മാർത്ഥതയുടെ അടയാളമായിക്കൊണ്ടാണ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതേ വിശ്വാസികളെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഈ മാസം. നമ്മൾ ശ്രദ്ധിച്ചു പോകുന്ന മാസമാണ് ഈ മാസം. എങ്ങനെ വീട്, പള്ളികളെ, പരിസരങ്ങളെ എല്ലാം അടിച്ചു വൃത്തിയാക്കി ഗമനീയമാക്കുന്നു. അതെ, നനച്ചുകൂടി എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് പലപ്പോഴും കടന്നു പോകാറുണ്ട്. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങള്, മല്ലി മുളകും മല്ലിപ്പൊടി അരിയൊക്കെ പൊടിക്കുന്ന മില്ലിൽ തിരക്കുള്ള മാസമാണ്. പ്രത്യേകിച്ച് ഈ മാസം എന്ന് വേണമെങ്കിൽ പറയാം, ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കുറച്ചൊക്കെ കൂടി തിരക്കുള്ള ഒരു മാസം ഏതാണ്? നോമ്പിൽ തൊട്ടുള്ള മാസമാണ്. അവിടെ ആർക്ക്? മില്ലുകാർക്ക്. എന്റെ സംഭവം അരി പൊടിക്കണം, അതേപോലെ മല്ല് പൊടിക്കണം, മുളക് പൊടിക്കണം. ഇപ്പൊ അതിന്റെ ആവശ്യം കുറവാണ്. കാരണം ഒക്കെ റെഡിമെയ്ഡ്, അതേപോലെ തന്നെ എല്ലാം കൃത്യമായി കടയില് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കത് പോയി വാങ്ങിയാൽ മതി. ഇപ്പോ അങ്ങനെ പാക്കറ്റ് ആക്കി എല്ലാം ഹോൾസെയിൽ റീറ്റെയിൽ എല്ലാ മേഖലകളും അവിടെ സജീവമാണ്. അതുകൊണ്ട് ഇപ്പൊ പൊടിക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ വീട്ടുകാരോട് പറയുന്ന ആ വീട്ടിലത്തെ പെണ്ണുങ്ങൾ എന്താ പറയുന്നത്? അല്ല മനുഷ്യ, റമദാൻ വരാൻ പോവുകയാണ്, മല്ലില്ല, മുളകില്ല, അതേപോലെ തന്നെ അരിയില്ല, പൊടിയില്ല, എല്ലാം പറയും. എന്തിന്റെ ലിസ്റ്റിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഒരുങ്ങുന്ന റമദാനിലേക്ക് എങ്ങനെ ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ട്, എന്നാൽ ആത്മീയമായ
ആത്മീയമായ ആ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വിശുദ്ധ റമദാൻ സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും ആ റമദാൻ വന്നു കഴിഞ്ഞാലോ തീറ്റയുടെയും കുടിയുടെയും അമിതത്വമാണ് നമുക്ക് കാണാൻ സാധിക്കുക, ദുർവ്യയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ അമിതമായ എന്തെല്ലാം വിഭവത്താണ് ഒരുക്കി വെക്കുന്നത് ആ വിശുദ്ധ മാസത്തിൽ പോലും. എന്തേ സംഭവം? റമദാൻ എന്ന് പറഞ്ഞാൽ തീറ്റയുടെയും കുടിയുടെയും മാസമായിക്കൊണ്ടാണ് പലപ്പോഴും സജീവമാകാറുള്ളതെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അതേപോലെ തന്നെ പഠനത്തിന്റെ, തഹജ്ജുദിന്റെ, തറാവീഹിന്റെ, ജമാഅത്ത് നമസ്കാരങ്ങളുടെ അതുപോലെയുള്ള എല്ലാ മേഖലകളിലും നാം എടുത്ത് പരിശോധിച്ചാലോ വളരെ പുറകിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും. അതേ വിശ്വാസികളെ കർമ്മങ്ങളുടെ കാര്യങ്ങളിൽ ശഅബാന്റെ മാസത്തിൽ പലപ്പോഴും അശ്രദ്ധമായി പോകുന്നു എന്നത് ഗൗരവമായി കൊണ്ട് പഠിപ്പിച്ചതാര പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തേത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ്. അതെ, കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് 3 ഘട്ടങ്ങളിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, ദിവസേന സുബഹിക്കും അസുറിനും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്തവർ ഭാഗ്യവാന്മാരാ, അസുറിന്റെ ജമാഅത്തിൽ പങ്കെടുത്തവർ ഭാഗ്യവാന്മാരാ. എന്റെ കാര്യം? ആ 2 സന്ദർഭങ്ങളിലും മലായിക്കത്തുകളുടെ സാന്നിധ്യം അത് വല്ലാത്ത രംഗം കൂടിയായി കൊണ്ട് പഠിപ്പിക്കുന്നത്. അതേ മലക്കുകൾ മാറി വരുന്ന സമയമാണ്. പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകള്, രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളൊക്കെ കൈമാറി വരുന്ന സമയമാണ് ഈ 2 സമയവും, സുബഹിയും അസുറും. എന്നാൽ ഈ 2 നമസ്കാരങ്ങളും വിശ്വാസികൾക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? അലസതയുടെ, മണിയുടെ, അല്ലെ, ജമാഅത്തിൽ വരാനുള്ള മണിയുടെ 2 സമയം കൂടിയാണ്. നോക്കൂ നിങ്ങളെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കും, അല്ലെ, ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാലോ ആ വിശ്രമം നീണ്ടു പോകുക, ബാങ്ക് കേട്ടിട്ടില്ല, ഉറക്കത്തിലേക്ക് പോകുക, അസുരന്റെ സമയം തെറ്റിപ്പോയി, അവർ വീട്ടിൽ നമസ്കരിക്കുന്നു, ജമാഅത്തിലെത്തുന്നില്ല. സുബഹിക്കോ രാത്രിയെല്ലാം കഴിഞ്ഞവർ വിശ്രമത്തിലേക്ക് കടക്കുക, അതേ രാത്രി ഉറക്കത്തിലേക്ക് പ്രവേശിക്കുക. അസ്വലാത്തു ഖൈറും മിനൻ നൗം അവൻ മതിയായിട്ടില്ല, ഇനിയും ബാങ്കിൽ എന്തൊക്കെയോ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നിപ്പോകുമാറാണ് നമ്മുടെ ഉറക്കത്തിലെ അവസ്ഥകളൊക്കെ പലപ്പോഴും. രാത്രി എന്നുള്ളത് നാം ഗൗരവമായി കാണേണ്ട വിഷയം. ജമാഅത്ത് നമസ്കാരങ്ങൾ വിശ്വാസികളെ ആ 2 സമയങ്ങളിലും മലക്കുകൾ മാറി വരുന്ന, ഡ്യൂട്ടിയുള്ള മലക്കുകൾ മാറി വരുന്ന സമയങ്ങളാണ്. അതേ, ദിവസേന നമ്മുടെ കർമ്മങ്ങളെ പരിശോധിക്കുന്ന 2 സമയം സുബഹിയും അതേപോലെ തന്നെ അസ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, യതാഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാരി. രാത്രിയിലെ മലക്കുകളും പകൽ സമയത്തെ മലക്കുകൾ നിങ്ങളുടെ അടുക്കലേക്ക് മാറി മാറി വരുന്നു. വയത്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ. അതേ, സുബഹി നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലുമാണ് അവർ കൈമാറാനായി ഒരുമിച്ച് കൂടുന്നത്. എന്നിട്ടോ ثم يعرض الذين باتوا فيكم فيسألهم وهو أعلم بهم. എന്നിട്ട് പറയാണ്, ശേഷം നിങ്ങളോടൊപ്പം അപ്പോൾ ആ നേരം ഉണ്ടായിരുന്ന മലക്കുകൾ അവരോട് ചോദിക്കുന്നു, ആ ബന്ധിക്കുന്ന ആളുകൾ ചോദിക്കാണ്, അവരെ കുറിച്ച് നന്നായിട്ട് അല്ലാഹുവിന് അറിയാം. എന്നിട്ട് മലായികത്തുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ വിട്ടേച്ചു പോകുന്നത്? അല്ലെ, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത്? ആ സമയത്ത് അവർ പറയാണ്, പിന്നെ അതെ, അവർ എന്റെ അടിമകൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്ന പറഞ്ഞ സമയത്ത് എന്താ മലക്കുകളുടെ മറുപടി? മലക്കുകൾ പറയുന്നു, ഞങ്ങൾ പോരുമ്പോൾ അവർ നമസ്കാരത്തിലായിരുന്നു, അവർ നമസ്കരിക്കുകയായിരുന്നു. മലായികത്തുകൾ പറയാ, സുബഹിന്റെ ജമാഅത്തിന് വന്ന മലക്കുകൾ, പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ പറയാ, ഞങ്ങൾ പോരുമ്പോ രാത്രിയിലെ മലക്കുകൾ കയറി പോവുകയാണ്, പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഇറങ്ങി വരികയാണ്. നോക്കൂ നിങ്ങള്, അങ്ങനെ കയറി പോകുമ്പോൾ മലായികത്തുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്റെ അടിമകളുടെ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങൾ പോലുള്ളവർ നമസ്കാരത്തിലായിരുന്നു എന്ന. ഞങ്ങൾ ചെന്നപ്പോഴും അവര് നമസ്കാരത്തിലായിരുന്നു എന്ന്. നമ്മളെ പറ്റി, ഹാജരുള്ള വിശ്വാസികളെ പറ്റി, ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ജമാഅത്തിനെത്തിയ ആളുകളെ പറ്റി, നമ്മെ പറ്റി മലായികത്തുകളെ അഭിമാനം പറയുന്ന സമയമാണ് എന്നത് നാം ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. വിശ്വാസികളെ, ഏത് പ്രായക്കാരാവട്ടെ, ഏത് ചെറുപ്പക്കാരാവട്ടെ, പക്വത എത്തിയവരാണോ, പ്രായപൂർത്തി എത്തിയവരാണോ, ബാക്കിന്റെ ലഭ്യതകൾ കേൾക്കുന്നുണ്ടോ, സമയം അറിയുമോ എങ്കിൽ ആ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കല്
നിങ്ങൾ മനസ്സിലാക്കണം, കൗരവമുള്ള വിഷയമായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജമാഅത്തിന് വരാത്ത ആളുകൾ വീടുകള് ചുട്ടുകരിക്കാൻ വരെ എന്ന് പഠിപ്പിച്ചിട്ട് അവരുടെ വീട് ചുട്ടുകരിക്കാൻ വരെ ആലോചിച്ചു പോയി. പക്ഷേ അവൾ ചെറിയ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് വിശ്വാസികള്. അതുകൊണ്ട് അതിന്റെ ഗൗരവത്തെ നമ്മൾ തിരിച്ചറിയണം. ഈ രണ്ട് സമയങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. സുബഹിന്റെയും അസ്റിന്റെയും സമയം നമുക്ക് നമ്മുടെ മലായികത്തുകൾക്ക് അഭിമാനം പറയാൻ പറ്റിയ നല്ലൊരു വേളയാണ്. അഥവാ നമ്മുടെ ഒരു ദിവസത്തെ കർമ്മങ്ങളെ ഓരോ ദിവസത്തെ കർമ്മങ്ങളെ പരിശോധിക്കുന്ന രണ്ട് സമയങ്ങളാണ് ഇത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം പിന്നെ മറ്റൊന്ന് ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ആഴ്ചയിൽ 2 തവണ കർമ്മങ്ങൾ മുൻപിൽ പ്രദർശിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം നോമ്പ് നോറ്റിരുന്നത്. എന്താ കാരണം? ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ റബ്ബിന്റെ അടുക്കൽ രേഖയിൽ അത് അറിയപ്പെടണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു. അത് അബൂ ഹുറൈറ ഹദീസിൽ കാണാം. തൂറുൽ അമാൽ യൗമൽ ഇസ്നിൻ വൽ ഖമീസ് ഫൗഹിബൻ യുറദാമലി വഅന സ്വൈമുൻ. തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് കർമ്മങ്ങൾ അല്ലാഹുവിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങളെ പ്രദർശിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന നോക്കൂ നിങ്ങൾ. അപ്പൊ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതേപോലെ തന്നെ സുബഹിന്റെയും അസ്റിന്റെയും സമയങ്ങള് ദിവസത്തിൽ അങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ 2 ദിവസം. ഇനിയോ വാർഷികം, അതേതാ? ശഅബാനാണ്. അതിന്റെ പറഞ്ഞെന്താ? ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളെയും ക്രോഡീകരിക്കപ്പെട്ട റിപ്പോർട്ട് ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ് എന്നാണ് മറ്റൊരു ഹദീസ് വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. ഇതാണ് നേരത്തെ സൂചിപ്പിച്ച ഉസമ ബിൻ സയ്യിദ് ഹദീസിലുള്ളത്. വഹുവ ശററുൻ തുർഫഉ ഫീ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിങ്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങള് റബ്ബിന്റെ അടുക്കൽ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന. അപ്പൊ ആ മാസത്തിൽ ധാരാളമായി കൊണ്ട് നോമ്പുകൾ വർദ്ധിപ്പിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. ആ മാസം എന്ന് പറയുന്നത് നമ്മുടെ വാർഷിക റിപ്പോർട്ട് കണക്കാക്കുന്നുണ്ട്. എല്ലാ വർഷവും വാർഷിക റിപ്പോർട്ട് കണക്കാക്കും. എപ്പോ? കടയുടെ ഉൽപ്പന്നങ്ങളുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട്, അല്ലെ? അതേപോലെ തന്നെ നമ്മൾ സെയിൽ നടക്കാറുണ്ട്, വിറ്റഴികൾ കാലിയാക്കാറുണ്ട്. എന്ത്? കണക്ക് ക്ലോസാക്കാൻ വേണ്ടി ആ ഒരു വർഷം കഴിയുമ്പോൾ ചെയ്യാറുണ്ട്. എല്ലാ കടക്കാരും ചെയ്യാറുണ്ട്. വാർഷികം കണക്കൂട്ടാറുണ്ട് എങ്കിൽ, നമ്മളൊക്കെ പരിശോധിക്കാറുണ്ട് എങ്കിൽ, വിശ്വാസികളെ നമ്മൾ ഒരു വർഷത്തെ കണക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു മാസമാണ് ശഅബാൻ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാര് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ദിവസേനയുള്ള റിപ്പോർട്ട് ഇത് ആ ദിവസത്തെ മാത്രം കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ മാത്രമാണ്. ഒരു ദിവസത്തെ കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ. രണ്ടാമത്തത് ആഴ്ചയുടെ റിപ്പോർട്ടാണ്. ഒരാഴ്ചത്തെ കർമ്മങ്ങളുടെ സംഗ്രഹം അല്ലാഹുവിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നതാണ്. മൂന്നാമത്തത് വാർഷിക റിപ്പോർട്ട് ശഅബാൻ. ഇത് ഒരു വർഷത്തെ മൊത്തം കർമ്മങ്ങളുടെ ഫൈനൽ റിപ്പോർട്ടാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ആയുസ്, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ വാർഷിക തീരുമാനം എടുക്കപ്പെടുന്നത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൊണ്ട് അവിടെ കിതാബിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികളെ നാം ഗൗരവമായി തന്നെ ഈ ദിവസങ്ങളിൽ ഈ മാസത്തെ പരിഗണിക്കേണ്ടതുണ്ട്. മൂന്നാമതായി അമിതമായ നോമ്പ, അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ഈ ശഅബാനാണ് എന്ന് ആയിഷ റളിയല്ലാഹു ഹദീസിൽ തന്നെ കൃത്യമായി വിശദീകരിക്കുന്നു. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ കുല്ലഹു എന്ന പ്രയോഗം അതിലുണ്ട്. ഐ ആലിബഹു, അതേ ശഅബാൻ മുഴുവനായും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും എന്നാണ് ഉദ്ദേശിക്കുക. അത് 14 ദിവസങ്ങളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ആ വിശുദ്ധമായ റമദാന് തൊട്ടുമുള്ള ഈ മാസത്തില് കഴിയുന്നത്ര പാരായണത്തിന്റെയും പഠനത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ കർമ്മങ്ങളായിക്കൊണ്ട് കടന്നു പോകാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ആ മാസത്തിൽ കേൾക്കാറുള്ള
കുറെ അനാചാരങ്ങളല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലെ? ശഅബാൻ സമൂഹത്തിൽ എന്താണ് പല ആചാരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ശഅബാൻ 15 പ്രത്യേകമായ നോമ്പ്, അതായത് ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരാത്ത നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. നോക്കൂ നിങ്ങൾ, ശഅബാൻ മാസത്തില് 15-ന് ആണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് വിശ്വസിക്കുന്ന, പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ. എന്നാൽ അതേപോലത്തെ എന്ന് പറഞ്ഞ ആ ഖദർ ഏതാ? റമദാനിലുള്ള ആ രാത്രിയെ പറ്റി പറയുന്നത്. അന്നാണ് ഖുർആൻ ഇറങ്ങിയത്, കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ ആ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശഅബാൻ 15-നാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് പ്രചരിപ്പിക്കുകയും ഇന്ന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള വമ്പിച്ച കുപ്രചരണങ്ങളും പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ഉസ്താദുമാരും അവരുടെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പോലീസുകളും മഹിമകളും പറയുന്നു. എന്നാൽ ഹദീസിന്റെ താളുകൾ അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. അവരെ വായ കൊണ്ടവർ പലരും ഷിയാക്കളുടെ സൈറ്റിൽ കയറി ആ സൈറ്റിലൂടെയുള്ള മൗദൂഹായ, മുഫ്തറായ, കെദിബായ, അത് കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ എടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ശഅബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കലും ശഅബാൻ മാസത്തിന് ഒരുപാട് ദിവസം നോമ്പെടുക്കലും പ്രവാചകന്റെ സുന്നത്താണ്. അതുപോലെ എല്ലാ ഹിജ്റ മാസങ്ങളുടെയും അയ്യാം വീടിന്റെ ദിവസങ്ങൾ എന്ന നിലയ്ക്ക് നോമ്പെടുക്കൽ സുന്നത്താണ്. അതേപോലെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 1.5 സുന്നത്ത് നോമ്പുകളുണ്ട്, പരിധികൾ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ അതല്ലാതെ ശഅബാൻ 15-ന് മാത്രം പ്രത്യേകമായ നോമ്പെടുത്ത് എന്ന് വാദിക്കുകയും അത് ബറാത്ത് നോമ്പ് എന്ന പേരിൽ ആളുകളോട് ശഅബാൻ 15 നോമ്പെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ചിലർ കടത്തിക്കൂട്ടിയ വിധത്തിൽപ്പെട്ടതാണ്. ഇദാ കാനത്ത് ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ ഫഖൂമു ലൈലഹ വസ്റൂമു നഹാറഹ എന്നാണ് പറയുന്നത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വളരെ ഇബ്നു മാജയാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ പറയുന്ന ഹദീസിനെ പറ്റി പറയുന്നത് ഈ ഹദീസ് മൗദൂആയ ഹദീസാണ് അഥവാ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് എന്നാണ് മുഹദ്ദിസീങ്ങളെ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് ലൈബ്രറി കയറിക്കൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ പോലും അടിച്ചു കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ആരൊക്കെയാണ് ഇതിന്റെ ദുർബലത, അതിന്റെ സ്വീകാര്യതയും അതിന്റെ തൈഫും കൃത്യമായി പഠിപ്പിക്കുന്നിടത്ത് ആരൊക്കെ ഉണ്ട് എന്നത് വരെ നമുക്ക് കാണാൻ സാധിക്കും. അതേ വിശ്വാസികളെ, ഇത്രമാത്രം സൗകര്യം ഉണ്ടായിട്ട് പോലും അതൊക്കെ മറച്ചു വെച്ച് കിതാബിന്റെ കെട്ടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആളുകളോട് ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് ശഅബാൻ 15 നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പച്ചയായി ഉണ്ടായിരിക്കെ അത് ദുർവ്യാഖ്യാനിക്കുന്നുവെങ്കിൽ ആ ആയത്തുകളൊക്കെ കൂടി വെക്കപ്പെടുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയല്ലേ ഈ ആത്മീയ ഉസ്താദന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൗലമായി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ശഅബാൻ 15 രാവിലെ സ്വലാത്തുൽ അൽഫിയ, അതേ സ്വലാത്തുൽ അൽഫിയ നമസ്കാരം യാതൊരു പ്രമാണമില്ലാത്ത മതമില്ലാത്ത, ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ? സലഫികളായ ആളുകളുടെ വീട്ടിലുള്ള പ്രായത്തിലുള്ള ഉമ്മമാർ പോലും ചില ഭാര്യമാർ പോലും ഇതൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഞാനിപ്പോ അടുത്തുകൂടി കേട്ടു, ഇന്നിക്ക് നോമ്പാണ്. എന്ത് വെച്ചു? മിറാജ് നോമ്പാണ്. ആരാണ്? നമ്മളെ സലഫി കുടുംബങ്ങളുടെ ആൾക്കാരൊക്കെ തന്നെ. എന്താ ചെയ്യാ? നമ്മളാരോഗ്യം നമ്മളെ കേട്ടുപോകണം. കുടുംബത്തെ പഠിപ്പിക്കുന്നില്ല, എന്നാ കുടുംബത്തിന് പതിമാർക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? അത് നമ്മളെ കൊണ്ട് പറ്റൂല. എന്നിട്ടോ ഞാൻ നല്ല സെൽഫിയാണ്, നല്ല മുത്തക്കിയാണ്, നല്ല ആളാണ് എന്ന് നമ്മൾ ചമഞ്ഞ് നടക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ ഭാര്യമാര് പറയാണ് നോമ്പാണ്, എന്റെ മിറാജ് നോമ്പാണ്, ഇതാ വരാൻ പോണോ ശഅബാൻ 15 നോമ്പ്, അത് നമ്മുടെ ആൾക്കാർ എടുക്കും. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരാണ്. വിശ്വാസികളെ എവിടെ എത്തിയെന്നതിനെ നമ്മൾ മനസ്സിലാക്കണം. ഈ കാണുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന ഇതൊക്കെ കേട്ടിട്ടാണ് ഈ സഹോദരന്മാർ എടുക്കുന്നത്. എന്നാൽ ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അത് കേൾക്കെ, മനസ്സിലാക്കി, പഠിക്ക്, ആ പരിപാടിയില്ല. നല്ല തലക്കെട്ടുള്ള ഉസ്താദന്മാർക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഒരു കളവ് പറയോ, നുണ പറയോ? നമ്മുടെ ആൾക്കാർ പോലും അങ്ങനെ. നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് ഇത്ര ഈ ഒരു വിഷയം ഇതിന്റെ ഗൗരവത്തെ പറ്റി സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുക. അതേപോലെ ശഅബാൻ 15-ന് 100 റക്അത്ത് നമസ്കരിക്കുക, അതിൽ 100 റക്അത്തും മധ്യവിധം ഭദ്രമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. അങ്ങനെ പ്രത്യേക നമസ്കാരം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു തെളിവുണ്ടോ? ഒരു തെളിവില്ല. ഇനി അതിനെ കുറിച്ച് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അസ്സലാത്തുൽ മാറൂഫത്തു ബിസ്സലാത്തുർ റഗായിബ്,
ويسنتعشر ركعة تصلى بين المغرب والعشاء ليلة الأول جمعة في رجب وصلاة ليلة نصف شعبان 100 ركعة وهاتان الصلاتان بدعتان ومنكران على إمام നബി രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ കൃത്യമായി പറയുന്നുണ്ട്. അൽ മജ്മൂ എന്ന കിതാബിലെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? സ്വലാത്തുൽ റഗായിബ് എന്നതിൽപ്പെടുന്ന നമസ്കാരം, അതായത് റജബ് മാസത്തിലായത് ജുമ ദിവസം മഗ്‌രിബിനും ഇശാക്കും ഇടയിൽ നമസ്കരിക്കുന്ന 12 റക്അത്ത് നമസ്കാരം, അതുപോലെ ശഅബാൻ 15 നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരം, ഇവ രണ്ടും ബിദഅത്താണ്, വഖറാനി വർക്കപ്പെട്ടതാണ്. നമ്മൾ ആരെ പഠിപ്പിക്കുന്നത്? അവരെ ഇമാമിനെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ശഅബാൻ 15 രാവിലെ പ്രത്യേകം എണ്ണം വെച്ച് യാസീൻ പാരായണം ചെയ്യരുത്. യാസീനത്തിന് നമുക്ക് പാരായണം ചെയ്യാം, യാസീനല്ല ഏത് സൂറത്തും പാരായണം ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറയുന്ന പേരുണ്ട്, കൽബുൽ ഖുർആൻ. ഖുർആന്റെ കൽബ് ഏതാണ്? കൽബുൽ ഖുർആൻ എന്ന് പറയുന്ന സൂറത്ത് ഏതാണ്? ആ ഹദീസിന്റെ ദഈഫാണ്. ആ ഹദീസ് ദഈഫാണ്. നമ്മൾ അമാനിമാരുടെ പരിഭാഷയിലുള്ള ഹദീസ് അത് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം പഠിച്ച് ഗവൺമെന്റ് നടത്തിക്കൊണ്ട് ആ ഹദീസിന് കൊടുത്തു. പക്ഷെ ഹദീസ് ദഈഫാണ്. മനുഷ്യരുടെ ആർക്ക് തെറ്റുപറ്റാം. ആ ഹദീസ് ദഈഫാണ്, ദുർബലാണ്. കൽബുൽ ഖുർആൻ എന്ന സൂറത്ത് യാസീനെ പറ്റി പറയരുത്. എന്നിട്ടോ അത് കാര്യമായിട്ട് ഓതാൻ ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ സഹോദരന്മാർക്കൊക്കെ പെട്ടുപോകുന്നുണ്ട്. അത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രമാണബദ്ധമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യമാണത്. യാതൊരു ഹദീസും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ശരണഭാഗത്തിന് ആഘോഷിക്കൽ അനാചാരപ്പെട്ടതാണ്. എന്താ ആഘോഷം? പലഹാരമൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ വലിയ ആഘോഷം കൊണ്ടെടുക്കണില്ലേ അല്ലെ? നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്ന 3 ആഘോഷമുള്ളൂ. അതിൽ ഏതൊക്കെ? ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹ. പിന്നെ മൂന്നാമത്തത് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച എന്റെ പെരുന്നാൾ 2 പെരുന്നാൾക്ക് നമ്മള് ഖത്തീം ഉംറമ കേറുന്ന മുമ്പ് എല്ലാവരും ജമാഅത്തിനെത്തില്ലേ? എന്താ വെള്ളിയാഴ്ച എത്താൻ പറ്റാത്തത്? എന്താ വെള്ളിയാഴ്ച ആ ഖത്തീം ഉംറ കേറുന്ന മുമ്പ് ആ മുമ്പർമ കേറുമ്പോ അയാൾ സലാം പറയുമ്പോ ആ സലാം അടക്കാൻ പോലും സദസ്സ് ശുഷ്കമായി പോകുന്ന നമ്മുടെ മഹല്ലിലെ സഹോദരങ്ങളെ, എന്റെ നമുക്ക് വെള്ളിയാഴ്ച ജുമക്ക് നേരത്തെ എത്താൻ ഒരു പ്രയാസം? ജുമാന്റെ മര്യാദകളും അതിന്റെ ഫളായിലുകളും അതിന്റെ ശ്രേഷ്ഠതകളൊക്കെ 2 വെള്ളിയാഴ്ച അടുപ്പിച്ച് കുത്തുമ്പോൾ ഞാൻ പറഞ്ഞതവിടെ എത്രയോ നമ്മൾ കേട്ടതാ പല സത്യന്മാരുടെ നാവിലൂടെ. പക്ഷെ നമുക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടില്ല. എന്റെ കാര്യം ഇതിലൂടെ കേട്ടു, ഇതിലൂടെ വിട്ടു. എന്റെ ആരും പാർട്ടിയല്ല, വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. അവരെ പറ്റി എന്താണ് ഖുർആൻ പറഞ്ഞത് എന്നൊക്കെ കൃത്യമായി നമ്മളെ പറ്റി പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നത് കാരണം അതിനെപ്പറ്റി അധികം പറ്റാം. വിശ്വാസികളെ ജുമാക്കൊക്കെ നേരത്തെ വന്നുകൂടെ നോക്കി. ഒരു വെള്ളിയാഴ്ച എന്നുള്ളത് നമുക്കൊരാഴ്ച പറയാനില്ല. വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ പെരുന്നാൾ 2 പെരുന്നാളും അത് നമുക്ക് കൊല്ലത്തിൽ കിട്ടുന്നുണ്ടെന്നോ അത് എപ്പോഴാന്ന് നമുക്ക് അറിയില്ല. അത് മാസത്തിനനുസരിച്ച് ഉണ്ടാകുക. അപ്പോഴൊക്കെ വരുന്നതും എന്നിട്ട് നമ്മൾ എത്തുന്നുണ്ട്, ആ പെരുന്നാൾ. പക്ഷെ വെള്ളിയാഴ്ച എന്നത് നമ്മൾ കൃത്യമായി ഒരാഴ്ചയിൽ ഒരു ദിവസമാണ്. അത് മനസ്സിലാക്കി നേരത്തെ ഒരുങ്ങി ആ പള്ളിയിൽ എത്തിപ്പെടുക എന്നുള്ളത് വിശ്വാസികളെ നമ്മോട് അള്ളാഹു കൽപ്പിച്ചൊരു കാര്യത്തെ. ഈദാണ്, ആഘോഷമാണ്. ആ ആഘോഷിക്കാൻ നമുക്ക് നേരത്തെ എത്താൻ കഴിയില്ലെങ്കിൽ, അഥവാ ആ ജുമാന് മുമ്പ് ഖത്തീം ഉംറക്ക് മുമ്പ് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, പിന്നെ വെള്ളിയാഴ്ച നമ്മൾ തോന്നുമ്പോൾ കയറി പറയാൻ എന്താ അർത്ഥമാണ്? ആ ജുമാ നമുക്ക് വിട്ടോഴിന്റെ പണ്ഡിതന്മാർ പല ചർച്ചകളെ വിഷയത്തിലുണ്ട്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പല ചർച്ചകളുണ്ട്. നോക്കൂ നിങ്ങൾ, എന്നിട്ടും വന്നാലോ ആ സൈഡിലിരിക്കും, ഇങ്ങോട്ടിരിക്കും, ഈ സൈഡിൽ സംസാരിക്കും, ഇങ്ങോട്ടിരിക്കും. അതൊക്കെ മര്യാദകളാണ് ആ സദസ്സിനോട് കാണിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവമായി കാണണം. ശരിക്കും ഇമാമിനോട് നേരെ അഭിമുഖമായിട്ട് നമ്മൾ ഇരിക്കേണ്ടത്. ഇരിക്കാൻ കഴിയാത്തവരെ ആ സൈഡ് പോയിച്ചായിരിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കുക. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. എന്നിട്ടും നമ്മൾ ആ ചൊവ്വച്ചാല് 2 ചെറുച്ചാല് വടക്കോട്ടും തെക്കോട്ടും തിരിഞ്ഞിരിക്കുന്നു. അത് കാണിക്കുന്നത് ആ മര്യാദകളാണ്, ജുമായുടെ മര്യാദകളായിക്കൊണ്ടാണ് അത് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ഗൗരവമായി കാണുക. അതുകൊണ്ട് നമുക്ക് 3 ആഘോഷങ്ങളിൽ ഒരു വെള്ളിയാഴ്ച ആഘോഷ ദിവസമാണ്. അത് നേരത്തെ നമ്മൾ ഒരുങ്ങാനെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ വെള്ളിയാഴ്ച ദിവസം ഇതല്ലാത്ത മറ്റൊരു ഈദ് മതത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശഅബാൻ 15 രാവിലെ മദർ കൊടുത്തും പ്രത്യേക ഭക്ഷണഭാഗം ചെയ്തുമെല്ലാം ആഘോഷിക്കുന്നത് ബിദഅത്താണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ആയുസ് വർദ്ധിക്കണം,
അപകടം നീങ്ങാനും പ്രത്യേകമായി ശബത്ത് രാവിലെ 6 റക്അത്ത് നമസ്കാരം അതും കൃത്യമായി പഠിപ്പിക്കപ്പെടാത്തതാണ്, വിദ്യാർത്ഥാണ്. ഇത്തരം പുത്തൻ ആചാരങ്ങളെല്ലാം വെടിഞ്ഞ് വിശുദ്ധ ഖുർആനിൽ സുന്നത്തിൽ പകർത്തി ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് ചെയ്യാൻ മാത്രം സുന്നത്തുകളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല, പുത്തൻ ആചാരം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ വിദ്യാർത്ഥികളെ കൃത്യമായി ഗൗരവം മനസ്സിലാക്കി യഥാർത്ഥ സുന്നത്തിൽ ജീവിച്ചുകൊണ്ട് മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Ittaqullaha ibadallah, usikum samiyan bittaqwa. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. വിശ്വാസികളെ, നമ്മൾ ചെയ്യേണ്ടത് സന്തുലിതമായ ഒരു നിലപാടാണ്. അഥവാ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസി സാധാരണ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് അധികമായി നോമ്പനുഷ്ഠിക്കുക. അതേപോലെ രണ്ടാമത്തതും പിന്നെ വിശുദ്ധ ഖുർആനിലെ പാരായണമാണ്. പൂർവികന്മാരായ പണ്ഡിതന്മാർ ശഅബാൻ മാസത്തെ വായനക്കാല മാസം എന്ന അതേ ശഹറുൽ ഖുർആൻ എന്ന് വിളിച്ചിരുന്നു എന്ന എന്തിനാ റമദാനിലേക്ക് ഖുർആനുമായി അടുക്കാൻ അവർ ഈ സമയം ഉപയോഗപ്പെടുത്തി എന്നാണ് പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത് മനസ്സ് ശുദ്ധീകരിക്കുക, അഥവാ പാപങ്ങളെല്ലാം കൃത്യമായി കഴുകിക്കളഞ്ഞ് നമ്മുടെ കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം പൊരുത്തപ്പെട്ട് വിശ്വാസികളോട് പരസ്പരം മാപ്പ് പറഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ പണക്കം തീർത്ത് കുടുംബങ്ങളും ആരോഗ്യവും തമ്മിൽ പണക്കം തീർത്ത് എല്ലാം തീർത്ത് ആ വിശുദ്ധമായ മാസത്തിലേക്ക് കടക്കുക. മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് ആ മാസത്തിലേക്ക് കടക്കാനുള്ള ഒരവസരം കൂടിയാണ്. നാലാമത് ഈ കഴിഞ്ഞ റമദാൻ വിട്ടുപോയ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ ദിവസങ്ങളിൽ നിന്ന് കൂടി നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ശിവത്തിൽ ഇങ്ങനെ ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നേറാനാണ് നാം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അനാചാരങ്ങൾ ഒഴിയുക, വിദ്യാർത്ഥികളെ ഗൗരവമായി കാണുക. അത് നമ്മുടെ കുടുംബങ്ങൾ ഉണ്ട് എങ്കിൽ തിരുത്തി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതെ, അവർ പോണ സ്വർഗത്തിക്കും നമ്മൾ പോണ സ്വർഗം രണ്ട് സ്വർഗമൊന്നുമില്ല, സ്വർഗം ഒന്നേ ഉള്ളൂ. അത് യഥാർത്ഥ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആൾക്ക് മാത്രമുള്ള സ്വർഗമാണ്. അല്ലാണ്ട് അതിലും ഇതിലും അങ്ങനെ സ്വർഗം നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് വക്രതയില്ലാത്ത മുസ്തഖീമാന്ന് പറഞ്ഞത് വ്യത്യസ്തമായി സ്വീകരിക്കാൻ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല. ഇതാണ് മുസ്തഖീമായ സിറാത്ത് എന്ന് പഠിപ്പിച്ചത്. അത് കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ റൂട്ടിൽ എങ്ങനെ പരിപാലിക്കണം എന്നത് കൂടി കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നേറുക. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ തിരിച്ചറിയുക, പാപങ്ങൾ തിരിച്ചറിയുക. അഥവാ വിദ്യാർത്ഥി ചെയ്താൽ അവൻ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, തൗബ പോലും അല്ലാഹു സ്വീകരിക്കൂല. അത്രമാത്രം ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി ജീവിതത്തിലെ നന്മകൾ അഥവാ യഥാർത്ഥ സുന്നത്തുകൾ ജീവിപ്പിച്ച് മുന്നേറുന്ന വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ അല്ലാഹു നമുക്കെല്ലാം മുട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ ജോലികളായിരിക്കുന്നവർക്ക് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ആമീൻ ആമീൻ برحمتك يا ارحم الراحمين والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد